എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ചെറിയ റെസിപ്പിയാണ്, അതായത് ബട്ടർ സ്കോച്ചിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റുമാണ് ബട്ടർ സ്കോച്ച് സോസിൻ്റേത്. ന്യൂട്ടെല്ലയ്ക്കും ജാമിനും ചോക്ലേറ്റിനും ഒക്കെ പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇത്. തന്നെ നമുക്കത് വീട്ടിൽ തന്നെ ഈസിയായിട്ട് ചെയ്തെടുക്കാനും പറ്റും. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഫില്ലിങ്ങിനായിട്ടാണ്. അപ്പോൾ ഇതോട് ചേർക്കുമ്പോഴാണ് ആ കേക്കിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന്. വെൽക്കം ടു പാറൂസ് പാൻട്രി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്കിത് ചെയ്യാനായിട്ട്. ഇതിൽ മെയിനായിട്ട് വേണ്ടത് ബ്രൗൺ ഷുഗറാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ബ്രൗൺ ഷുഗർ തന്നെ എടുക്കാൻ നോക്കുക, കാരണം ബട്ടർ സ്കോച്ചിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ബ്രൗൺ ഷുഗറിൻ്റെ ടേസ്റ്റാണ്. നമ്മൾ വൈറ്റ് ഷുഗർ വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതിന് ബട്ടർ സ്കോച്ച് സോസ് എന്ന് പറയില്ല, അത് കാരമൽ സോസാണ്. അപ്പം ഒരു 1/2 കപ്പ് ബ്രൗൺ ഷുഗർ നമുക്ക് എടുക്കാം. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ വിപ്പിംഗ് ക്രീം. അത് ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല കേട്ടോ. വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അൽമറായുടേത്. നിങ്ങളുടെ കയ്യിൽ നാട്ടിലൊക്കെ കിട്ടുന്ന അമൂലിൻ്റെയൊക്കെ കിട്ടും ക്രീം. അപ്പോൾ അത് നമുക്കും ഈ സെയിം ഷുഗറിൻ്റെ അളവ് വേണം. ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കണം. പിന്നെ വേണ്ടത് ബട്ടറാണ്. ബട്ടർ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ ഈ ബട്ടറും വിപ്പിംഗ് ക്രീമും എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം, അത് മസ്റ്റാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ സോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ അഡീഷണൽ സോൾട്ട് ചേർക്കേണ്ട, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് സോൾട്ട് ചേർക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ചെയ്യാനായിട്ട് ഞാൻ അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം തീ ഓണാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനി അനക്കണ്ട. ഇതിനി നമുക്ക് ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വെയിറ്റ് ചെയ്യണം. അത് മെൽറ്റ് ആവാൻ തുടങ്ങും. നമ്മൾ പ്രത്യേകിച്ച് വാട്ടറൊന്നും ചേർക്കണമെന്നില്ല. ഇത് മെൽറ്റ് ആകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റുന്ന നിങ്ങൾക്ക് നമ്മുടെ സൈഡിൽ നിന്നെല്ലാം ഇതിങ്ങനെ മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴൊന്നും ഇത് അനക്കണ്ട. ഇനിയിപ്പം മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്കിതൊരു ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കണം. കാരണം അടിയിൽ നിന്ന് ഇങ്ങനെ ഇതിങ്ങനെ മെൽറ്റായി വരുന്നത്. അപ്പോൾ അടിഭാഗം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോഴേ ഇളക്കണ്ട. ഇൻ കേസ് നിങ്ങൾ ഇളക്കുന്നെങ്കിൽ തന്നെ ഏതെങ്കിലും തടിയുടെ ഏതെങ്കിലും സ്റ്റിക്കില്ലേ, നമ്മൾ ഈ ബാർബിക്യൂൻ്റെ ഒക്കെ സ്റ്റിക്കില്ലേ, അതോ അല്ലെങ്കിൽ തടിത്തവിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് ഇളക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇൻ കേസ് ഈ ഷുഗർ അതിൽ പിടിച്ചാൽ തന്നെ പെട്ടെന്നങ്ങ് നമുക്കിനി ഇളക്കിയെടുക്കാൻ പറ്റും. സ്റ്റീലൊക്കെ ആണെങ്കിൽ അതിൽ ഷുഗർ പിടിച്ചാൽ പിന്നെ അത് നമ്മൾ ഒരുപാട് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് മെൽറ്റായതിന് ശേഷം ഇത് പോവുള്ളൂ. അപ്പോൾ അത്രയും ഷുഗർ നമുക്ക് വേസ്റ്റായി പോവും. അപ്പോൾ ഇതിപ്പം ഇങ്ങനെ കുറച്ചുകൂടെയൊക്കെ മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ തീ കുറച്ചിടണേ. ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഷുഗർ മെൽറ്റായിട്ടുണ്ട്, കുറേയൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഈ ബ്രൗൺ ഷുഗറിൻ്റെ ഒരു പ്രത്യേകതയാണ്, അത് ഈ ബ്രൗൺ ഷുഗറിൻ്റെ ബട്ടർ സ്കോച്ചിന് കുറച്ച് നല്ല കളർ ഉണ്ടായിരിക്കും, കുറച്ച് ഡാർക്ക് കളറായിരിക്കും കമ്പയർഡ് ടു കാരമലിനെ വെച്ച് നോക്കുമ്പോൾ. കാരമൽ എന്ന് പറഞ്ഞാൽ വൈറ്റ് ഷുഗർ വെച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ കളർ കൂടുതലായിരിക്കും. ടേസ്റ്റും കറക്റ്റ് ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഇളക്കാം. അപ്പോൾ ഷുഗറൊക്കെ കുറച്ചൊക്കെ മെൽറ്റായല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ, ഞാനിവിടെ ഇപ്പോൾ ഒരു സിലിക്കോണിൻ്റെ തവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇതിപ്പം മുഴുവൻ മെൽറ്റായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ തിളയ്ക്കാനും പത വരാനും ഒന്നും നിൽക്കേണ്ട. അതിനു മുമ്പ് നമുക്ക് ഈ സമയത്ത് തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 50 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അതായത് 1/2 കപ്പ് ഷുഗറിന് 50 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഈ 50 ഗ്രാം ബട്ടർ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബട്ടറും വിപ്പിംഗ് ക്രീം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇല്ലെന്ന് വെച്ചാൽ തണുപ്പുള്ളതാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പൊട്ടിത്തെറിക്കും. ആ വെള്ളം മോയ്സ്ചർ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അതിങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങുകയും ചെയ്യും. തന്നെയല്ല ഒരുപാട് അങ്ങ് കട്ടയായി പോവുകയും ചെയ്യും. ഇതിപ്പോൾ എന്തായാലും ചെറിയൊരു തണുപ്പുള്ളത് കൊണ്ട് തന്നെ, അതായത് നമ്മൾ റൂം ടെമ്പറേച്ചറല്ലേ, അപ്പം ചെറുതായിട്ടൊന്ന് സമയമെടുക്കും ഒന്ന് ലൂസായി വരാൻ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം 1/2 കപ്പ് വിപ്പിംഗ് ക്രീം അല്ല നോർമലായാലും അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇതൊന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതൊന്ന് തിക്കനായതുപോലെ തോന്നും, പക്ഷെ സാരമില്ല. നമുക്ക് പയ്യെ ഇളക്കി അത് സോഫ്റ്റായി വരും, അത് മെൽറ്റായിട്ട് വരും. ഇനിയിപ്പോൾ നമുക്ക് കൈവിടാതെ ഈ വിപ്പിംഗ് ക്രീമും ബട്ടറും ചേർത്ത് കഴിഞ്ഞാൽ കൈവിടാതെ നന്നായിട്ട് ഇളക്കി ഇത് മെൽറ്റാക്കി എടുക്കണം. പെട്ടെന്ന് തന്നെ മെൽറ്റാകും, കാരണം ഒരുപാട് തണുപ്പുണ്ടെങ്കിലാണ് പ്രശ്നമാവുന്നത്. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം.
സോൾട്ട് ഇല്ലാത്ത ബട്ടറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ സമയത്ത് ഒരു നുള്ളു ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം തിളച്ച് കഴിയും. അതായത് ഇപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതൊരു 3-4 മിനിറ്റ് നമുക്ക് ഒന്ന് തിളപ്പിക്കണം. കാരണം വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് കുക്കാവണം. അപ്പം ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കണം. ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കണം. ഇളക്കി ഇതൊന്ന് വേവിക്കണം. ഈ ബട്ടർസ്കോച്ചിൻ്റെ ഒരു നല്ല സ്മെല്ലാണ് കേട്ടോ. അതായത് ബട്ടറും വിപ്പിംഗ് ക്രീമും ഷുഗറും ഒക്കെ അങ്ങ് ജോയിൻ ആയപ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ല് വരും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റും സ്മെല്ലുമാണ് ഇതിന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷമുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. കണ്ടോ. ഇനിയിപ്പോൾ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഒരു ബോട്ടിലേക്ക്. ഞാനിതിപ്പോൾ ആറാനായിട്ടൊരു പാത്രത്തിലോട്ടൊരു ചെറിയൊരു ഗ്ലാസ് ജാറിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആറ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എയർ ടൈറ്റുള്ള ബോട്ടിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് കുറേ നാളൊരു 3-4 ആഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ ഒന്ന് കേടുകൂടാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പം ഇതുപോലെ തന്നെ ആയിരിക്കും തണുത്ത് കഴിയുമ്പോഴും. ഇപ്പോൾ തണുത്ത് കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ബ്രെഡിലൊക്കെ തേച്ച് കൊടുക്കാൻ പറ്റും. കേക്കിൻ്റെ ടോപ്പിൽ തേച്ച് കൊടുക്കാൻ പറ്റും. ചപ്പാത്തിക്കൊക്കെ അകത്ത് തേച്ച് റോൾ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ പറ്റും ബ്രേക്ക്ഫാസ്റ്റായിട്ട്. അപ്പം അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ജാമൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട്, ന്യൂട്രിലയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബട്ടർസ്കോച്ച് സോസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം പാറൂസ് പാൻറിൽ മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.